നമ്മൾ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്ന് പറയുന്ന കെമിസ്ട്രിയിലെ 4ാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ കെമിക്കൽ ബോണ്ടുകളെക്കുറിച്ച് എങ്ങനെയാണ് ഒരു മോളിക്യൂളിൽ ആറ്റങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് നടക്കുന്നത്, എങ്ങനെയാണ് ഈ മോളിക്യൂളുകളുടെ ഷേപ്പ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. നമുക്ക് ഒരു മോളിക്യൂളിനകത്ത് ആറ്റം ഏതൊക്കെ തരത്തിലാണ് ജോയിൻ ചെയ്യുന്നത് എന്നൊന്ന് നോക്കാം. നമുക്ക് ഇങ്ങനെ പറയാൻ വേണമെങ്കിൽ രണ്ട് ആറ്റങ്ങൾ തമ്മിൽ നോക്കി ഞങ്ങൾ ബോണ്ട് എന്ന് കണ്ടോ, അവിടെ ബോണ്ട് ക്യാൻ ബി കെമിക്കൽ ബോണ്ട് ആൻഡ് മോളിക്കുലാർ ഇൻട്രാക്ഷൻസ്. ഇതിൽ ആ ഒരു കെമിക്കൽ ബോണ്ടിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. മോളിക്കുലാർ ഇൻട്രാക്ഷൻസ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ കേട്ട് കഴിഞ്ഞു. അപ്പോൾ ഇവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് കെമിക്കൽ ബോണ്ട് ആവാം, അല്ലെങ്കിൽ മോളിക്കുലാർ ഇൻട്രാക്ഷൻസ് ആവാം, മോളിക്യൂൾസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻസ്. ഈ കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്ന ആൾ കോവാലൻ്റ് ബോണ്ട് ആവാം, അയോണിക് ബോണ്ട് ആവാം, മെറ്റാലിക് ബോണ്ട് ആവാം. ഓരോന്നായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ആ കെമിക്കൽ ബോണ്ടിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. ഇനി മോളിക്യൂൾസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻസ്, മോളിക്കുലാർ ഇൻട്രാക്ഷൻസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഏതൊക്കെയായിരുന്നു? വാണ്ടർവാൾസ് ഇൻട്രാക്ഷൻസ് ഉണ്ട്, അതിൽ തന്നെ ഡിസ്പേർഷൻ ഫോഴ്സ് അല്ലെങ്കിൽ ലണ്ടൻ ഫോഴ്സ് നമ്മൾ പഠിച്ചു. ഡൈപോൾ ഇൻട്രാക്ഷൻസ് പഠിച്ചു. ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഇൻട്രാക്ഷനും പഠിച്ചു അല്ലേ. അതോടൊപ്പം തന്നെ നമ്മൾ കണ്ടതായിരുന്നു ഹൈഡ്രജൻ ബോണ്ട്. ഹൈഡ്രജൻ ബോണ്ടിൽ തന്നെ രണ്ട് ആളുകൾ അല്ലേ, ഒന്ന് ഇൻ്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടും അതേപോലെ തന്നെ ഇൻട്രാ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടും നമ്മൾ കണ്ടതാണ്. ഇനി നമുക്ക് അടുത്ത ഒരു പാർട്ടിലേക്ക് പോവാം. കെമിക്കൽ ബോണ്ട്. എന്താണ് കെമിക്കൽ ബോണ്ട് എന്ന് ചോദിച്ചാൽ, ഒരു മോളിക്യൂളിനകത്ത് ആറ്റംസ് അല്ലെങ്കിൽ അയോൺസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് നമ്മൾ കെമിക്കൽ ബോണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ കെമിക്കൽ ബോണ്ട് നടന്നിട്ടുള്ളത് എന്നുള്ളതിന് ഒരുപാട് തിയറികളുണ്ട്. ഒന്നൊരു എംപിരിക്കൽ അപ്രോച്ച് ഉണ്ട്, എന്ന് പറഞ്ഞാൽ ഒബ്സർവേഷൻ വഴിയുള്ള അപ്രോച്ച്. ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് ഇവരെന്ത് ചെയ്തു, കണ്ടെത്തി, അവരുടെ നിരീക്ഷണങ്ങളിൽ നിന്ന് എത്തിയ അനുമാനങ്ങളിലുള്ളതുണ്ട്. അതേപോലെ തന്നെ ക്വാണ്ടം അപ്രോച്ചും ഉണ്ട്. അപ്പോൾ നമുക്ക് എംപിരിക്കൽ അപ്രോച്ച്, ആദ്യം ഒബ്സർവേഷൻ, ഇത് ഇങ്ങനെയൊക്കെ ആവാം എന്നുള്ള അങ്ങനത്തെ നിരീക്ഷണങ്ങളെ ആദ്യം ഒന്ന് പഠിക്കാം. അതിൻ്റെ ആദ്യത്തെ അപ്രോച്ചാണ് നമ്മൾ കോസൽ ലൂയിസ് അപ്രോച്ച് ടു കെമിക്കൽ ബോണ്ടിങ്. ലൂയിസ് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് നോക്കിയാൽ, ദ സ്റ്റഡി ഓഫ് ഇനർട്ട് ഗ്യാസസ് സജസ്റ്റ് ദാറ്റ് ദേ ഡു നോട്ട് എൻ്റർ ഇൻ ടു കെമിക്കൽ റിയാക്ഷൻ വിത്ത് അതർ ആറ്റംസ്. ഇനേർട്ട് ഗ്യാസുകൾ അല്ലെങ്കിൽ നോബിൾ ഗ്യാസുകൾ സാധാരണ രീതിയിൽ കെമിക്കൽ റിയാക്ഷൻസിൽ പങ്കെടുക്കുന്നതായിട്ട് കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഇനേർട്ട് ഗ്യാസിലൊക്കെ വാലൻസ് ഷെല്ലിൽ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആണുള്ളത്. ഈ 8 ഇലക്ട്രോൺ ഫില്ലായത് കൊണ്ട് തന്നെ അതിൽ ആ ഒരു ഫുൾഫില്ല് കാരണത്താൽ ആയിരിക്കണം ഇവരുടെ ഇനേർട്ട്നെസ് വരാനുള്ള കാരണം എന്നുള്ള അനുമാനത്തിലെത്താണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ആറ്റംസ് ചേർന്നിട്ട് മോളിക്യൂൾ ഉണ്ടാവാനുള്ള കാരണം ഈ ഒരു 8 എന്ന സംഖ്യയിലേക്ക് എത്തുന്നതാവാം എന്നുള്ളതാണ് ലൂയിസ് സമർത്ഥിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഒക്ടറ്റ് റൂൾ എന്ന് വിളിക്കുക. അപ്പോൾ ആറ്റംസ് മോളിക്യൂളായി മാറുമ്പോൾ കമ്പൈൻ ചെയ്യുന്നത് ഇങ്ങനെ എന്താ പറയുക, സ്റ്റേബിളായിട്ടുള്ള വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോണുള്ള സ്റ്റേബിളായിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കെമിക്കൽ ബോണ്ടിൽ ഉൾപ്പെടുന്നത് എന്നുള്ളതാണ് ഒക്ടറ്റ് റൂൾ പറയുന്നത്. അപ്പോൾ ആ ഒക്ടറ്റ് റൂൾ വെച്ചിട്ട് നമുക്കിനി ഓരോ ബോണ്ടുകളെയും ഇങ്ങനെ നോക്കാം, ഓരോ മോളിക്യൂൾ എടുത്തിട്ട് അതെങ്ങനെയാണ് കൂടിച്ചേർന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ഒക്ടറ്റ് റൂൾ എന്ന് പറയും. അതേപോലെ തന്നെ ഇലക്ട്രോണിക് തിയറി ഓഫ് വാലൻസി എന്നും കൂടെ നമ്മൾ പറയും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇപ്പോൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത് ഒരു ഒക്ടറ്റ് റൂളാണ്. ഒക്ടറ്റ് റൂൾ എന്ന് പറയുമ്പോൾ ഒരു മോളിക്യൂളിൽ ആറ്റങ്ങൾ കൂടി ചേരുമ്പോൾ അവസാനം വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോണ്
വരത്തക്ക വിധത്തിലാണ് ഇവർ കമ്പൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് എന്ത് ഒക്ടറ്റ് റൂൾ. അപ്പോൾ ലൂയിസിൻ്റെ ഈ ഒക്ടറ്റ് റൂളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് ലൂയിസ് സിംബൽസ് നമുക്ക് ഈ ഒരു എങ്ങനെയാണ് ഇവർ ബോണ്ട് ഉണ്ടാക്കിയത് എന്ന് നമ്മൾ കുറേ സ്ട്രക്ചറിൽ കാണിക്കും. ലൂയിസ് സിംബൽ എന്ന് പറഞ്ഞാൽ വാലൻസ് ഇലക്ട്രോൺസിനെ ഒരു ആറ്റത്തിന് ചുറ്റും ഡോട്ടുകളായിട്ട് രേഖപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ ലൂയിസ് സിംബൽ എന്ന് പറയാം. എക്സാമ്പിളുകൾ നോക്കുക. ഇപ്പോൾ ഹൈഡ്രജൻ, അതിൻ്റെ വാലൻസ് ഇലക്ട്രോൺ 1 അപ്പോൾ നമ്മൾ ആ ഹൈഡ്രജന് ചുറ്റും എന്ത് ചെയ്തു, ഒരു ഡോട്ട് ഇട്ടു. അതേപോലെ ഹീലിയം നോക്കിയാൽ ഹീലിയത്തിൻ്റെ വാലൻസ് ഇലക്ട്രോൺ 2 അപ്പോൾ നമ്മൾ 2 ഡോട്ട് കാണിച്ചു. ലിഥിയം ഫസ്റ്റ് ഗ്രൂപ്പാണ്, വീണ്ടും വാലൻസ് ഇലക്ട്രോൺ 1 അപ്പോൾ ലിഥിയത്തിന് അടുത്ത് നമ്മളൊരു ഡോട്ട് ഇട്ടു. അപ്പോൾ ആ ഡോട്ട് കാണിക്കുന്നത് വാലൻസ് ഇലക്ട്രോൺസിനെയാണ്. ബെറിലിയം സെക്കൻഡ് ഗ്രൂപ്പിൽ വരുമ്പോൾ 2 വാലൻസ് വരുന്നത്, 2 ഡോട്ട് ഇട്ടു. ബോറോൺ 13th ഗ്രൂപ്പ്, അപ്പോൾ അവിടെ 3 ആളുകളാണ് വരുന്നത്, അപ്പോൾ 3 വാലൻസ് ഇലക്ട്രോൺസ് നമ്മൾ ഡോട്ടഡ് ആയിട്ട് കാണിച്ചു. കാർബൺ 4, നൈട്രജൻ 5, ഓക്സിജൻ 6, ഫ്ലൂറിൻ 7, നിയോൺ 8. അതിൽ 8 ഫില്ലാണ്. അപ്പോൾ 8 ഫില്ലാവാത്ത ആളുകൾ, ആ ആളുകൾ കമ്പൈൻ ചെയ്തിട്ട് അവിടെ 8 ആക്കുകയാണ് ചെയ്യുന്നത്, ഒരു സ്റ്റേബിൾ കോൺഫിഗറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ലൂയിസ് സിംബൽ എന്ന് പറയുന്നത്. വാലൻസ് ഇലക്ട്രോൺസിനെ ഡോട്ടുകളായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ നോക്കിയാൽ നമ്മളിപ്പോൾ 2 കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്ന് ഒക്ടറ്റ് റൂള്. ഒക്ടറ്റ് റൂൾ എന്ന് പറഞ്ഞാൽ കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ആറ്റംസ് ജോയിൻ ചെയ്യുമ്പോൾ വാലൻസ് ഇലക്ട്രോണിൽ 8 ആളുകളെ തികക്കാൻ നോക്കുന്നു. രണ്ടാമത്തെ നമ്മളിപ്പോൾ കണ്ടത് ലൂയിസ് സിംബലാണ്. വാലൻസ് ഇലക്ട്രോൺസിനെ ആ ആറ്റത്തിന് ചുറ്റും ഡോട്ടുകളായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ കാണിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് പോകാം. മോഡ്സ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. എങ്ങനെയൊക്കെ കെമിക്കൽ കോമ്പിനേഷൻസ് നടക്കാം, ആ ഇനേർട്ട് ഗ്യാസിൻ്റെ കോൺഫിഗറേഷൻ കിട്ടത്തക്ക വിധത്തിൽ എങ്ങനെയൊക്കെയാണ് നടക്കണമെന്ന് നോക്കിയാൽ, ഒന്ന് ബൈ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം 1 ആറ്റം ഓഫ് എൻ എലമെൻറ്റ് ടു ദ ആറ്റം ഓഫ് അനദർ എലമെൻറ്റ്. ഒരു എലമെൻറ്റിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യാണ്, മറ്റൊരു ആറ്റത്തിലേക്ക് പോവാണ്. അതിനെ അങ്ങനെ ഉണ്ടാക്കുന്ന ബോണ്ടിനെ നമ്മൾ വിളിക്കും അയോണിക് ബോണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോ വാലൻ്റ് ബോണ്ട്. എന്താ വിളിക്കുക, അയോണിക് ബോണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോ വാലൻ്റ് ബോണ്ട്. രണ്ടാമതൊരു മെത്തേഡ് എങ്ങനെയാണ്, ബൈ മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ദ ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിന് മ്യൂച്വൽ ഷെയറിംഗ് ആണ്, 2 ആളും പങ്കിട്ടെടുക്കുകയാണ്. അപ്പോൾ മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ദ ഇലക്ട്രോൺസ് കൊണ്ടുണ്ടാകുന്ന ബോണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കോവാലൻ്റ് ബോണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒന്ന് കെമിക്കൽ ബോണ്ടുകൾ നമ്മൾ പറഞ്ഞിരുന്നു, അയോണിക് ആവാം, കോവാലൻ്റ് ആവാം. അപ്പോൾ അയോണിക് ബോണ്ട് എന്ന് പറയുമ്പോൾ ഒരു ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ആണെങ്കിൽ മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ആണ് എന്ത് പറയുന്നത്, കോവാലൻ്റ് ബോണ്ട് എന്ന് പറയുന്നത്. ഇനി അടുത്തത് 1 സൈഡഡ് ഷെയറിംഗ് ഓഫ് ദി ഇലക്ട്രോൺസ്. ഒരാൾ മാത്രം എന്ത് ചെയ്യാണ്, ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുന്ന തരത്തിൽ, അതിനെയാണ് നമ്മൾ കോർഡിനേറ്റ് ഓർ ഡേറ്റീവ് ബോണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് മനസ്സിലാവുകയാണ്, അയോണിക് ബോണ്ട് സാധ്യമാണ്. എങ്ങനെ, ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ്, ഷെയറിംഗ് ഓഫ് മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് പറ്റും, കോവാലൻ്റ് ബോണ്ട്. 1 സൈഡഡ് ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് പറ്റും, അതാണ് ആര്, നമുക്ക് കോർഡിനേറ്റ് ബോണ്ട് അല്ലെങ്കിൽ ഡേറ്റീവ് ബോണ്ട്. ഇത് ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ 3 വിധത്തിൽ എന്നുള്ളത് നമ്മളൊന്ന് പറഞ്ഞു. അപ്പോൾ നോക്കൂ, ഒക്ടറ്റ് റൂള്, ലൂയിസ് സിംബല്, മോഡ്സ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. നമുക്ക് കോവാലൻ്റ് ബോണ്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ നമുക്കറിയാം കോവാലൻ്റ് ബോണ്ട് എങ്ങനെയാണ്, ബോണ്ട് ഫോംഡ് ബൈ മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ആണ് ബിറ്റ്വീൻ ദ കമ്പൈനിങ് ആറ്റംസ്. അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ് നമുക്ക് അറിയുന്ന പോയിൻ്റ് തന്നെയാണ്. ഇനി വേറെ ഒരു ടേം, ഇങ്ങനെ മ്യൂച്വൽ ഷെയറിംഗ് ആണെങ്കിൽ ഒരാൾ എത്ര ഇലക്ട്രോണിനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്, അതിനെയാണ് നമ്മൾ ആ ആറ്റത്തിൻ്റെ കോവാലൻസി എന്ന് പറയുന്നത്. എന്താ, വാലൻസി അല്ല, മറിച്ചാര കോവാലൻസി എന്ന് പറയുന്നത് ഈ ബോണ്ട് ഫോം ചെയ്യാൻ ഒരാൾ എത്ര ഇലക്ട്രോണിനെ ഷെയർ ചെയ്തോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്,
കോവാലൻസി എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ടേം നോക്കിയാൽ ബോണ്ട് പെയർ. ബോണ്ട് പെയർ എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ ബോണ്ട് ഫോം ചെയ്യാൻ ഷെയർ ചെയ്ത ഇലക്ട്രോൺ പെയറുകളെയാണ് നമ്മൾ ബോണ്ട് പെയർ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ബോണ്ട് ഫോർമേഷനിൽ പങ്കെടുക്കാത്ത ആളുകളുണ്ടാവും, അവരെ നമ്മൾ ലോൺ പെയർ എന്ന് വിളിക്കും. എന്താണ് ബോണ്ട് പെയർ എന്ന് പറഞ്ഞാൽ? ഈ ബോണ്ട് ഫോർമേഷൻ നടക്കുന്നതിൽ പങ്കെടുത്ത ഇലക്ട്രോൺ പെയറുകളെ അപ്പോൾ ഒരു ബോണ്ട് പെയർ എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ ഉണ്ടാവും. ആ പെയറിനെയാണ് നമ്മൾ ബോണ്ട് പെയർ എന്ന് വിളിക്കുന്നത്. അതേപോലെ ഈ ബോണ്ട് ഫോർമേഷനിൽ പങ്കെടുക്കാത്ത ആളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലോൺ പെയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് കോവാലൻ്റ് ബോണ്ടാണ് പറയുന്നത്. അതിൽ തന്നെ നമ്മൾ കോവാലൻസി എന്താണെന്ന് മനസ്സിലാക്കി, ബോണ്ട് പെയർ എന്താണെന്ന് മനസ്സിലാക്കി, ലോൺ പെയർ എന്താണെന്ന് മനസ്സിലാക്കി. ഇനി നമ്മൾ സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്, ഒരു ബോണ്ട് പെയർ ഉള്ളൂ എങ്കിൽ അതിന് നമുക്ക് വേണമെങ്കിൽ ലൂയിസ് സിംബലിന് പകരം തന്നെ ഒരു ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഒരു ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ ഡോട്ട്, ലൂയിസ് സിംബലിൽ ആ ഡോട്ടുകൾ ഒഴിവാക്കിയിട്ട് ഒരു ലൈനാക്കിയിട്ട് കാണിക്കാം. ഒരു ലൈനാണ് വരുന്നതെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ഒരു ബോണ്ട് പെയറാണ്. അപ്പോൾ ഒരു ലൈന് കണ്ടാൽ 2 ഇലക്ട്രോൺ ഉണ്ട് എന്നർത്ഥം. ഇനി അതല്ല, 2 ബോണ്ട് പെയറുകൾ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഡബിൾ ബോണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവിടെ ഡബിൾ ബോണ്ട് കണ്ടു കഴിഞ്ഞാൽ, 2 ലൈന് കണ്ടു കഴിഞ്ഞാൽ നമ്മളതിനെ ഡബിൾ ബോണ്ട് എന്ന് വിളിക്കും. 2 ബോണ്ട് പെയർ ഉണ്ടെന്ന് മനസ്സിലാക്കും. അതേപോലെ തന്നെ 3 ബോണ്ട് പെയർ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ട്രിപ്പിൾ ബോണ്ട് കൊണ്ട് കാണിക്കും. 3 ലൈന്. അപ്പോൾ നമുക്ക് 3 ബോണ്ട് പെയർ ഉണ്ട് എന്ന് മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ 6 ഇലക്ട്രോൺ ആയിട്ടാണ്. അതും ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോവാലൻ്റ് ബോണ്ടിൽ നമുക്ക് സ്ട്രക്ചറുകളൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കോവാലൻ്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഷെയറിംഗ് ആണ്. അതേപോലെ തന്നെ എന്താ ഈ കോവാലൻസി? ആ ബോണ്ട് ഫോർമേഷനിൽ പങ്കെടുക്കുമ്പോൾ ഒരാറ്റം എത്ര ഇലക്ട്രോണിന് മ്യൂച്വൽ ഷെയറിങ്ങിനായിട്ട് കൊടുത്തു എന്നുള്ളതിനെയാണ് കോവാലൻസി എന്ന് വിളിക്കുന്നത്. അങ്ങനെ ആണെങ്കിൽ ബോണ്ട് ഫോർമേഷനിൽ പങ്കെടുത്ത ഇലക്ട്രോൺ പെയറുകളെയാണ് നമ്മൾ ബോണ്ട് പെയർ എന്ന് വിളിക്കുന്നത്. പങ്കെടുക്കാത്ത ആളുകളെയാണ് നമ്മൾ ലോൺ പെയർ എന്ന് വിളിക്കുന്നത്. സിംഗിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ബോണ്ട് പെയറാണ്. ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ 2 ബോണ്ട് പെയറാണ്. ട്രിപ്പിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ 3 ബോണ്ട് പെയറാണ്. എന്ന് പറഞ്ഞാൽ 6 ഇലക്ട്രോൺസ് വരും. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നോക്കിയാൽ കെമിക്കൽ ബോണ്ടിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ഒക്ടറ്റ് റൂള് പറഞ്ഞു അല്ലേ? ലൂയിസിൻ്റെ ഒക്ടറ്റ് റൂള് പറഞ്ഞു. ഈ ഇനേർട്ട് ഗ്യാസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരത്തക്ക വിധത്തിൽ ഇവരെന്ത് ചെയ്യുന്നു? ജോയിൻ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലൂയിസ് സിംബലുകൾ പറഞ്ഞിരുന്നു. വാലൻസ് ഇലക്ട്രോൺസിനെ ഡോട്ടുകളായി കാണിക്കുന്നതിനെയാണ് നമ്മൾ ലൂയിസ് സിംബൽ എന്ന് വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മോഡ്സ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് പറഞ്ഞു. എങ്ങനെയൊക്കെ കോമ്പിനേഷൻ നടക്കാം. ഒന്ന് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ്, അയോണിക് ബോണ്ട്, മ്യൂച്വൽ ഷെയറിങ്, കോവാലൻ്റ് ബോണ്ട്, വൺ സൈഡഡ് ഇലക്ട്രോൺ ഷെയറിങ്, കോർഡിനേറ്റ് ബോണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിനെന്താ വിളിച്ചത്? ഡേറ്റീവ് ബോണ്ട് എന്ന് വിളിച്ചു. അത് കഴിഞ്ഞിട്ട് കോവാലൻ്റ് ബോണ്ടിനെ കുറിച്ച് പറഞ്ഞ് അതിൽ കോവാലൻസി, ബോണ്ട് പെയർ, ലോൺ പെയർ, അതേപോലെ തന്നെ സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതാണ്. അടുത്ത ടോപ്പിക്ക് നോക്കും. നമുക്ക് ഈ കോവാലൻ്റ് ബോണ്ട് വഴി ഉണ്ടായിട്ടുള്ള മോളിക്യൂളുകളെ ലൂയിസ് സ്ട്രക്ചർ വരക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു പ്രോബ്ലം എന്നുള്ള രീതിയിൽ വേണം ഇതിനെ മനസ്സിലാക്കാൻ. എങ്ങനെയാണ് നമ്മൾ ലൂയിസ് സ്ട്രക്ചറുകൾ വരക്കുന്നത്? ഫോർമേഷൻ ഓഫ് ക്ലോറിൻ മോളിക്യൂളാണ്. ക്ലോറിൻ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ Cl2 ആണ്, 1. അടുത്തത് ക്ലോറിനെ സംബന്ധിച്ചിടത്തോളം വാലൻസ് ഇലക്ട്രോൺസ് വരുന്നത് 7 ആണ്. ക്ലോറിനെ സംബന്ധിച്ചിടത്തോളം വാലൻസ് ഷെല്ലിൽ വരുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം എത്രയാണ്? 7 ആണ്. ആ 7 ഉള്ളത് ഒന്നും കൂടെ കിട്ടിയാലേ എന്ത് ചെയ്യുള്ളൂ? 8 ആവുള്ളൂ. അപ്പോൾ അത് സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആവും. ആർഗണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടും. അപ്പോൾ അത് സ്റ്റേബിൾ ആവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ക്ലോറിൻ്റെ ഒരു ഇലക്ട്രോണിനെ മറ്റേ ആൾക്കും കൂടെ കൊടുത്ത് ഇവൻ്റെ ഒരു ഇലക്ട്രോണിനെ മറ്റേ ആൾക്കും, ഇവർ രണ്ടാളും കൂടെ ഷെയർ ചെയ്യും.
അപ്പോൾ ഒരു ക്ലോറിന് മറ്റേ ക്ലോറിൻ്റെ അടുത്ത് 1 കിട്ടുമ്പോൾ ഇവിടെ 8ആയി, ഇവൻ്റെ അടുത്തുള്ള 1 അങ്ങോട്ടും കൊടുക്കും. അങ്ങോട്ട് കൊടുക്കാൻ അവർ ഷെയർ ചെയ്യാണ്. അങ്ങനെ ഇവർക്ക് ചുറ്റും എന്താവും? 8 ഇലക്ട്രോൺസ് വരും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു മോളിക്യൂൾ ഫോം ചെയ്യുകയാണ്. അതിൻ്റെ ലൂയിസ് സ്ട്രക്ചർ എങ്ങനെയാണ് വരയ്ക്കുക നോക്കിക്കട്ടോ. ഇവിടെ നോക്കി ഞങ്ങൾ ക്ലോറിന് ഉള്ള ആളുകൾ ഇപ്പോൾ ആദ്യത്തെ ഒരു ക്ലോറിൻ ഉണ്ട്, അതിൽ 7 ഇലക്ട്രോൺസ് ഉണ്ട്. അടുത്ത ക്ലോറിൻ ഉണ്ട്, അതിലും 7 ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി ലൂയിസ് സ്ട്രക്ചർ വരച്ചത് നോക്കിയാൽ നമ്മൾ ആദ്യത്തെ ഇങ്ങനെ ഓരോ ഡോട്ടുകളൊക്കെ ഇട്ട് അവിടെ ഡോട്ടുകൾ ഇട്ടിട്ട് 2 ഇലക്ട്രോൺസ് കണ്ടോ, 2ന് കോമൺ ആയിട്ട്. അങ്ങനെയാണ് നമ്മൾ ലൂയിസ് സ്ട്രക്ചർ വരക്കുക. അപ്പോൾ അത് വരക്കാൻ അറിയണം. നിങ്ങൾ അതിലിങ്ങനെ നോക്കി നോക്കിയാൽ അതിൽ എത്ര ബോണ്ട് പെയർ ഉണ്ട്? 1 ബോണ്ട് പെയർ ആണ് വരുന്നത്. അപ്പോൾ 1 ബോണ്ട് പെയർ ആണ് അവിടെ വരുന്നത് അല്ലേ? ആണ്. അല്ലെങ്കിൽ അതിനെ സിംഗിൾ ബോണ്ട് ഉപയോഗിച്ചിട്ട് CL ലൈന് CL എന്നുള്ള രീതിയിൽ എഴുതാം. അപ്പോൾ 2 വിധത്തിലാണ് നമ്മളതിനെ കാണിക്കുന്നത്. ഇനി നമുക്ക് അടുത്തൊരു മോളിക്യൂൾ നോക്കാം. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചറുകൾ എന്ത് ചെയ്യണം? നിങ്ങൾ വരച്ച് പഠിക്കണം ഓരോന്നിൻ്റേതും കേട്ടോ. അപ്പോൾ നമ്മൾ ലൂയിസ് സ്ട്രക്ചറുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കോവാലൻ്റ് ബോണ്ടുകൾ വരുന്ന ആളുകളുടെ ലൂയിസ് സ്ട്രക്ചറുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നോക്കണം. അടുത്തതാണ് കാർബൺ ടെട്രാക്ലോറൈഡ് CCl4. ഇപ്പോൾ നമുക്കറിയാം കാർബൺ എത്ര ആളാണ്? കാർബണിൻ്റെ വാലൻസ് ഇലക്ട്രോൺസ് 4ആണ്. അത് 8 ആവണമെങ്കിൽ 1 4 കൂടെ വരണം. നമുക്ക് 1 4 ഇലക്ട്രോൺസും കൂടെ വരണം നമുക്ക്. അങ്ങനെയാണെങ്കിൽ ക്ലോറിനെ സംബന്ധിച്ചിടത്തോളം 7 ഇലക്ട്രോൺസ് ആണുള്ളത് വാലൻസിൽ. അപ്പോൾ CCl4 4 ക്ലോറിൻ ഉണ്ട്. അപ്പോൾ ഒരു കാർബൺ എടുക്കുക, അതിനായിട്ട് ഒരു ക്ലോറിൻ എന്ത് ചെയ്യുന്നു? ഒരു ക്ലോറിന് ഒരു ഷെയർ ചെയ്യാണ് 1 ഇലക്ട്രോൺ, മറ്റേ ക്ലോറിന് വേറൊന്ന് ഷെയർ ചെയ്യാണ്. അങ്ങനെ ഷെയർ ചെയ്ത് 4 ആളും ഷെയർ ചെയ്താൽ 4 ക്ലോറിൻ്റെ അടുത്തുനിന്ന് ഓരോരുത്തരെ കിട്ടിയാൽ കാർബണെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 4ഉം ഈ 4ഉം കൂടെ 8 ആവും. അതേപോലെ ഓരോ ക്ലോറിനും കാർബണിൻ്റെ അടുത്തുനിന്ന് ഓരോന്നും ഇങ്ങനെ ഷെയർ ചെയ്ത് കിട്ടിയാൽ ഓരോ ക്ലോറിനും 7+1 8 ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ എങ്ങനെയാണ് CCl4ൻ്റെ ലൂയിസ് സ്ട്രക്ചർ വന്നതെന്ന്. ഇപ്പോൾ നമ്മളവിടെ ക്ലോറിന് ഡോട്ടാണെങ്കിൽ കാർബണ് ചുറ്റും നമ്മൾ ക്രോസാണ് കാണിച്ചത്. ആ ഇലക്ട്രോണുകളുടെ മാറ്റം വെറുതെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണത്. അപ്പോൾ നമുക്കതിൻ്റെ ഡോട്ടുകൾ ഇട്ടിട്ട് ലൂയിസ് സ്ട്രക്ചർ അങ്ങനെ വരക്കാം. സിംഗിൾ ബോണ്ട് വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ലൂയിസ് സ്ട്രക്ചറുകൾ വരക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ആരുടെയൊക്കെ സ്ട്രക്ചറുകൾ പഠിച്ചു? ഒന്ന് ക്ലോറിൻ മോളിക്യൂളിൻ്റെ പഠിച്ചു, അടുത്തത് കാർബൺ ടെട്രാക്ലോറൈഡിൻ്റെത് പഠിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്കിനി പുതുതായിട്ടൊന്ന് തരുമ്പോഴൊക്കെ നമുക്കതിങ്ങനെ വരക്കാൻ അറിയണം. ഇപ്പോൾ ഓക്സിജൻ മോളിക്യൂളിൻ്റെ വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസാണ് ഉള്ളത്? 6 എണ്ണാണുള്ളത് അല്ലേ? അപ്പോൾ 6 എണ്ണാണെങ്കിൽ ഓക്സിജൻ മോളിക്യൂൾ തന്നെ O2 ആണ്. അപ്പോൾ ഇവന്ന് 2 എണ്ണം ഇയാൾക്കും കൊടുത്ത് ഇവിടുന്ന് 2 എണ്ണം ഇവിടേക്കും കൊടുത്ത് മ്യൂച്വൽ ഷെയറിങ്. അപ്പോൾ അത് കറക്റ്റാവും. 6+2 8ആയി, ഇവിടെ 6+2 8ആയി. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറിലേക്കൊന്ന് നോക്കി ഞങ്ങൾ. അവിടെ 2 ബോണ്ട് പെയറുകൾ വരുന്നുണ്ട്. 2 എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്താലാണ് അവിടെ 8 ആയിട്ട് കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 ബോണ്ട് പെയർ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ നോക്കിയാൽ ഡബിൾ ബോണ്ടാണ് വരിക. ഡോട്ട് സ്ട്രക്ചർ നോക്കിയാൽ ഞങ്ങൾ 2 ബോണ്ട് പെയർ ഉണ്ട്. അതേപോലെ ഒരു ഓക്സിജന് 2 ലോൺ പെയറും മറ്റേ ഓക്സിജന് 2 ലോൺ പെയറും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഓക്സിജൻ മോളിക്യൂളിൻ്റെ ലൂയിസ് സ്ട്രക്ചർ വരിക. ഇനി നമുക്ക് അടുത്ത ഒരു സ്ട്രക്ചർ നോക്കാം. അപ്പോൾ ഇത് ഓരോന്നും ഇങ്ങനെ വരക്കണത് മനസ്സിലാക്കണം കേട്ടോ. N2 നൈട്രജൻ മോളിക്യൂൾ, അതിൻ്റെ വാലൻസ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ആണല്ലോ വരുന്നത്. ആണ്. അപ്പോൾ ഇനി 8 ആവാൻ 3 എണ്ണം കിട്ടണം. അപ്പോൾ 3 എണ്ണം വീതം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. അപ്പോൾ 3 ബോണ്ട് പെയർ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ലൂയിസ് സ്ട്രക്ചർ നോക്കിയാൽ ഞങ്ങൾ 3 ബോണ്ട് പെയർ ഉണ്ട്. ഓരോ നൈട്രജന് ഓരോ ബോണ്ട് പെയർ, ഓരോ ലോൺ പെയർ വീതമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ട്രിപ്പിൾ ബോണ്ട് വെച്ചിട്ടാണ് കാണിക്കുന്നതെങ്കിൽ 3 ലൈനുകൾ വരക്കണം. ഇതാണ് ഒക്ടറ്റ് റൂൾ ഉപയോഗിച്ചിട്ട് ലൂയിസ് സ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലേ? ഇനി നോക്കൂ,
ഈ ഒക്ടറ്റ് റൂള് പരാജയപ്പെടുന്ന സ്ഥലങ്ങൾ, അതിൻ്റെ ലിമിറ്റേഷൻസ്, അപ്പോഴാണ് നമ്മൾ അടുത്തൊരു തിയറി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അടുത്തൊരു തിയറി ആവശ്യമായിട്ട് വരുമ്പോൾ ഇതിൻ്റെ ലിമിറ്റേഷൻസ് അറിയണം. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആരുടെ ഒക്ടറ്റ് റൂളിൻ്റെ ലിമിറ്റേഷൻസ് ആണ്. ഒന്ന്, ഹൈഡ്രജൻ മോളിക്യൂൾ. ഹൈഡ്രജൻ മോളിക്യൂൾ നമുക്കറിയാം ഒന്നാമത്തെ ഷെല്ലാണ്, അതിലാകെ 2 ഇലക്ട്രോണേ പോവുള്ളൂ. പിന്നെയാണല്ലോ 8ൻ്റെത് വരുന്നത്. പിന്നെ നമുക്കറിയാം ഹൈഡ്രജൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വാലൻസ് ഇലക്ട്രോൺ ആണ്. അപ്പോൾ ആ ഹൈഡ്രജൻ്റെ ലൂയിസ് സ്ട്രക്ചർ നോക്കിയാൽ ഞങ്ങൾ, ഹൈഡ്രജൻ്റെ ലൂയിസ് സ്ട്രക്ചർ ഓരോന്ന് വീതം ഷെയർ ചെയ്യും. അപ്പോൾ 2ലും 2 വീതം കിട്ടി. അങ്ങനെ ഹൈഡ്രജൻ മോളിക്യൂൾ സ്റ്റേബിളായി നിൽക്കുന്നുണ്ട്, 8 ആവാതെ തന്നെ. 2 ഉള്ളൂ എങ്കിൽ പോലും അതെന്തായി നിൽക്കുന്നുണ്ട്, സ്റ്റേബിളായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഒക്ടറ്റ് റൂളിനൊരു എക്സെപ്ഷനാണ്. അതേപോലെ തന്നെ ഹൈഡ്രജൻ കണ്ടെയ്ൻ ചെയ്യുന്ന ബാക്കിയുള്ള മോളിക്യൂൾസിലും ഇത് തന്നെ സ്റ്റേബിളായിട്ടുള്ള കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നുണ്ട്. അവിടെ ഒന്നും ഈ ഒക്ടറ്റ് റൂള് എന്ന് പറഞ്ഞാൽ 8 ഇലക്ട്രോൺസ് ചുറ്റും വരുന്ന രീതി വരുന്നില്ല. ഹൈഡ്രജൻ്റെ ചുറ്റും 2 മതിയാവും. അവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒക്ടറ്റ് റൂള് പരാജയപ്പെടുന്ന ഒരു കേസ്. ഹൈഡ്രജൻ മോളിക്യൂളിലും ഹൈഡ്രജൻ കണ്ടെയ്നിങ് മോളിക്യൂൾസിലും ഒക്ടറ്റ് റൂൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇതാണ് ഒരു എക്സെപ്ഷൻ. അപ്പോൾ നമ്മൾ അടുത്തൊരു തിയറി നമുക്ക് ആവശ്യമായിട്ട് വരും, നോക്കും. അതിൻ്റെ മറ്റൊരു എക്സാമ്പിളാണ് ഹൈഡ്രജൻ ക്ലോറൈഡ്, HCl. ഇപ്പോൾ ഹൈഡ്രജൻ്റെ 1 ക്ലോറിന് കൊടുക്കും, ക്ലോറിൻ്റെ 1 ഇങ്ങോട്ടും കൊടുക്കും. അപ്പോൾ ഹൈഡ്രജനിൽ 2 ആവും. ക്ലോറിനിൽ 7 ഉണ്ട്, 1 ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവിടെ 8 ആവും. അപ്പോൾ അവിടെ വരച്ച കണ്ടങ്ങൾ, അതാണ് ഹൈഡ്രജൻ ക്ലോറൈഡിൻ്റെ എന്ത് വരുന്നത്, ലൂയിസ് സ്ട്രക്ചർ വരുന്നത്. വാട്ടർ മോളിക്യൂൾ നോക്കിയാൽ, വാട്ടർ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ ഒരു ഓക്സിജനാണുള്ളത്. ആ ഒരു ഓക്സിജനിൽ 2 ഹൈഡ്രജനും വരുന്നുണ്ട്. അപ്പോൾ ഒരു ഓക്സിജൻ്റെ 1 ഇലക്ട്രോൺ 1 ഹൈഡ്രജനും, അതേപോലെ തന്നെ 1 ഇലക്ട്രോൺ 1 ഹൈഡ്രജനും കൊടുക്കും. അപ്പോൾ ഹൈഡ്രജനിൽ 2 ആയി. അപ്പോൾ ഓരോന്ന് വീതം 2 ഹൈഡ്രജനും കൂടെ കിട്ടും ആർക്കും, ഓക്സിജന്. അപ്പോൾ അതിൽ 8 ആവും ചെയ്യും. അപ്പോൾ ഹൈഡ്രജന് ചുറ്റും 8 വരുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. പക്ഷെ അത് സ്റ്റേബിളാണ്. അതേപോലെ തന്നെ മറ്റൊരു എക്സാമ്പിളാണ് മീഥെയ്ൻ, CH4. ഇപ്പോൾ 4 ഹൈഡ്രജൻ ഉണ്ട്. അതിൽ ഓരോ ഹൈഡ്രജനും കാർബൺ ഓരോന്ന് വീതം കൊടുക്കും. ഓരോന്ന് വീതം കൊടുക്കുമ്പോൾ കാർബണ് ചുറ്റും 8 ആവും, ഹൈഡ്രജന് ചുറ്റും 2 വീതം കിട്ടും. അപ്പോൾ ഇതാണ് എക്സെപ്ഷൻസ് വരുന്നത്. ഇതിൽ ഏറ്റവും വലിയ എക്സെപ്ഷൻസ് എന്ന് പറയുന്നത് ഇതല്ല. ഇതിൽ ഏറ്റവും വലിയ എക്സെപ്ഷൻസ് എന്ന് പറയുന്നത് സെൻട്രൽ ആറ്റം. ഇപ്പോൾ നമ്മൾ CH4 എന്ന് പറയുമ്പോൾ അവിടെ ഒരു സെൻട്രൽ ആറ്റം കാർബൺ ഉണ്ട്. ഇങ്ങനെ ഈ സെൻട്രൽ ആറ്റത്തിൽ നമ്മൾ 8 ആളുകളാണ് കണ്ടത് അല്ലേ. ചിലപ്പോൾ ഇത് 8 ആളുകളേക്കാൾ കുറവായിട്ട് വരുന്നത് കാണാം, ചിലത് 8 ആളുകളേക്കാൾ കൂടുതലായിട്ട് വരുന്നതും കാണാം. അപ്പോൾ ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ്, ഇതാണ് അടുത്തൊരു എക്സെപ്ഷൻ. അങ്ങനെയും ചില മോളിക്യൂൾസ് ഉണ്ട് ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് വരുന്നത്. അതിനുള്ള എക്സാമ്പിൾസ് ഒന്ന് നോക്കി വെക്കണം. അപ്പോൾ ഇതൊക്കെ ആരുടെ ലിമിറ്റേഷൻസ് ആണ്, ഒക്ടറ്റ് റൂളിൻ്റെ ലിമിറ്റേഷൻസ് ആണ്. ഒരു എക്സാമ്പിൾ ആരാ നോക്കിയാൽ, BF3 ഉണ്ട്, AlCl3 ഉണ്ട്. ഇതൊക്കെ ഒക്ടറ്റ് റൂളിൻ്റെ എക്സെപ്ഷൻസ്, ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് ആണ്. ഇപ്പോൾ നമ്മൾ BeCl2 നോക്കിയാൽ, ബെറിലിയം ക്ലോറൈഡ്. BeCl2ൽ ബെറിലിയത്തിൽ നമുക്ക് 2 ആരാണുള്ളത്, വാലൻസ് ഇലക്ട്രോൺസ് ആണുള്ളത്. അതിലൊന്ന് ഒരു ക്ലോറിനും കൊടുത്ത് മറ്റേ ഒന്ന് അടുത്ത ക്ലോറിനും കൊടുത്ത് ക്ലോറിനിലൊക്കെ 8 ആയി. അങ്ങനെയാണെങ്കിൽ ക്ലോറിൻ തിരിച്ച് ഓരോന്ന് കൊടുത്തപ്പോൾ ബെറിലിയത്തിൽ 4 ആയിട്ടുള്ളൂ. ബെറിലിയത്തിൽ 4 ആയിട്ടുള്ളൂ. അതാണ് ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് എന്ന് പറയുന്നത്. അടുത്തത് നോക്കിയാൽ BF3. ബോറോണിൽ 3 വാലൻസ് ഇലക്ട്രോൺസ് ആണ്. ആ 3 ഓരോന്നിന് വീതം ഷെയർ ചെയ്തു. അപ്പോൾ ഫ്ലൂറിനെ സംബന്ധിച്ചിടത്തോളം 7+1 8 ആയി. പക്ഷേ ബോറോണിനെ സംബന്ധിച്ചിടത്തോളം ചുറ്റും നോക്കിയാൽ ഫ്ലൂറിന് ഓരോന്നും കൂടെ കൊടുത്തപ്പോൾ ബോറോണിന് ചുറ്റും 6 വന്നുള്ളൂ. പക്ഷേ അത് സ്റ്റേബിളാണ്. അതേപോലെ തന്നെ AlCl3 വരും. ഇപ്പോൾ നമുക്ക് അലുമിനിയത്തിന് ചുറ്റും 3 വാലൻസ് ഇലക്ട്രോൺസ് ആണ്.
ഈ BF3ൻ്റെ അതേപോലെ തന്നെ അലുമിനിയത്തിന് ടോട്ടൽ നോക്കുമ്പോൾ 6 വരുള്ളൂ. അപ്പോൾ അവിടെ എന്തില്ല, ഒക്റ്ററ്റ് കംപ്ലീറ്റ് ആവണില്ല. ഇതാണ് രണ്ടാമത്തെ എക്സെപ്ഷൻസ്. മൂന്നാമത്തെ നോക്കി ഞങ്ങൾ, ഇതിൽ ഒക്റ്ററ്റിനേക്കാൾ കൂടുതൽ വരികയാണ്. സെൻട്രൽ ആറ്റത്തിന് ഒക്റ്ററ്റ് 8നേക്കാൾ കൂടുതൽ ഇലക്ട്രോൺസ് വരികയാണ്. ഒരു എക്സാമ്പിളാണ് PCl5. ഇപ്പോൾ നമുക്ക് ഫോസ്ഫറസ് ഉണ്ട്, ക്ലോറിൻ ഉണ്ട്. ഫോസ്ഫറസിന് ചുറ്റും നമുക്ക് 5 വാലൻസ് ഇലക്ട്രോൺസ് ആണ് വരുന്നത്. അപ്പോൾ 5 വാലൻസ് ഇലക്ട്രോൺസ് ഫോസ്ഫറസിലുണ്ട്. അതിന് പുറമെ 5 ക്ലോറിനും ചുറ്റുണ്ട്. ഓരോന്ന് ഷെയർ ചെയ്ത് 5 10 ഇലക്ട്രോൺസ് വരും. ആർക്ക് ചുറ്റും? ഫോസ്ഫറസിന് ചുറ്റും. അതേപോലെ തന്നെ മറ്റൊരു എക്സാമ്പിളാണ് SF6. സൾഫറിന് ചുറ്റും എത്രയാണ്? നമുക്ക് 6 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്സിജൻ്റെ ഗ്രൂപ്പിൽ വരുമ്പോൾ 6 വാലൻസ് ഇലക്ട്രോൺസും പിന്നെ 6 ഫ്ലൂറിന് ഓരോന്നും കൂടെ കിട്ടിയ 12 ഇലക്ട്രോൺസ് വരും. അതേപോലെ തന്നെ IF7. ഇങ്ങനത്തെ എക്സാമ്പിൾസൊക്കെ എക്സ്പാൻഡഡ് ഒക്റ്ററ്റ് നമ്മൾ വിളിക്കുക. എന്ന് പറഞ്ഞാൽ ഒക്റ്ററ്റ് റൂളിനേക്കാൾ അധികമായി 8 ഇലക്ട്രോൺസിനേക്കാൾ അധികം വരുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൽ എക്സെപ്ഷൻസ് വരുന്നത്. ഒന്ന് നമ്മൾ പറഞ്ഞ ഹൈഡ്രജൻ മോളിക്യൂളുള്ളത്. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? കുറവ് വരുന്നത്, സെൻട്രൽ ആറ്റത്തിൽ കുറവ് ഇലക്ട്രോൺസ് വരുന്നത്, പിന്നെ സെൻട്രൽ ആറ്റത്തിൽ കൂടുതൽ ഇലക്ട്രോൺസ് വരുന്നത്. അതുമാത്രമല്ല, നമ്മൾ വേറൊരു എക്സെപ്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു ഇത് കൊണ്ടുവന്നത് ഇനേർട്ട് ഗ്യാസിനെ ബേസ് ചെയ്തിട്ടാണ്. അവർ റിയാക്ട് ചെയ്യുന്നില്ല എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ ഒരു റൂള് കൊണ്ടുവരുന്നത്. പക്ഷേ ഇനേർട്ട് ഗ്യാസുകളും റിയാക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് കോമ്പൗണ്ട്സ് XCF2, XCF3 ഇങ്ങനെ ഫ്ലൂറിനുമായിട്ട് സിനോൺ ചേർന്നുണ്ടാകുന്ന ഇനേർട്ട് ഗ്യാസുകൾ ചേർന്നിട്ട് മോളിക്യൂൾസ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയും പ്രശ്നമാണ്. അവിടെ ഓൾറെഡി ഒരു 8 ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു, എന്നിട്ടും ഒരു കെമിക്കൽ ബോണ്ടിൽ ഇവർ ഏർപ്പെടുകയാണ്. അപ്പോൾ ഇതും ഇതിന് എക്സെപ്ഷനാണ്. അതേപോലെ തന്നെ ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ട്സ്, ഹാലജൻസ്, ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്ററ്റിൻ എന്ന് വരുന്ന ആ ഗ്രൂപ്പിലെ ആളുകൾ തമ്മിലുണ്ടാക്കുന്ന കോമ്പൗണ്ട്സ്, അതിലും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ClF3, ബ്രോമിൻ, BrF5, IF7 ഇതൊന്നും ഒക്റ്ററ്റ് റൂളുകൾ എന്ത് ചെയ്യുന്നില്ല, ഒബേ ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുന്നത് ഒക്റ്ററ്റ് റൂളിൻ്റെ ലിമിറ്റേഷൻസ് ആണ്. ഇനി അടുത്തൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒക്റ്ററ്റ് റൂള് എന്ത് ചെയ്യുന്നില്ല അറിയോ? ഈ മോളിക്യൂളിൻ്റെ ഷേപ്പ് എന്താണ്, അതിൻ്റെ സ്റ്റെബിലിറ്റി എന്താണ്, ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഓഡ് ഇലക്ട്രോൺ മോളിക്യൂൾസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ NO, നൈട്രിക് ഓക്സൈഡും അതേപോലെ തന്നെ നൈട്രജൻ ഡയോക്സൈഡും. അതിൻ്റെ പിക്ചർ ഒന്ന് നോക്കിയാൽ നൈട്രജനിൽ ഒരു 3 ഇലക്ട്രോൺ ബാക്കി വരുന്നത്, ഈ ബോണ്ട് ഫോർമേഷനിൽ പങ്കെടുക്കാതെ 3 ഇലക്ട്രോണ് ബാക്കി വരുന്നത്, അല്ലെങ്കിൽ 1 ഇലക്ട്രോൺ ബാക്കി വരുന്നത്, ആ രീതിയിലുള്ള കോമ്പൗണ്ട്സും ഉണ്ട്. അപ്പോൾ അതും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നില്ല ആർക്ക്? ഒക്റ്ററ്റ് റൂളിന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒക്റ്ററ്റ് റൂളിൻ്റെ ലിമിറ്റേഷൻസ്. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ് ഒക്റ്ററ്റ് റൂള്, അതിനാവശ്യമായ കോവാലൻ്റ് ബോണ്ട്, അത് നമ്മൾ പറഞ്ഞ് അതിൻ്റെ ലിമിറ്റേഷൻസും പറഞ്ഞു. ഇതാണ് കെമിക്കൽ ബോണ്ടിങ്ങിലെ ആദ്യത്തെ ഒരു പാർട്ടിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചറുകൾ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട കാര്യം ഇതാണ്. ലൂയിസ് സ്ട്രക്ചറുകൾ വരച്ച് പഠിക്കുക, അതേപോലെ തന്നെ അതിൻ്റെ ലിമിറ്റേഷൻസ് പഠിക്കുക. ഇതാണ് ഈ പാർട്ടിൽ പഠിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഓരോന്നും വരച്ച് പഠിച്ച് നോക്കിയാൽ